ഏതൊരു രാജ്യത്തിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തെ യുവതലമുറയാണ്. ആ തലമുറയെ വിദ്യാഭ്യാസപരമായും കായികപരമായും സാമൂഹിക സാംസ്കാരിക തലങ്ങളിലൊക്കെയും മികവുറ്റവരാക്കി മാറ്റിയെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം അതാത് നാടുകളെ നയിക്കുന്ന സർക്കാരുകൾക്ക് സംവിധാനങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവനാസമ്പന്നന്മാരായിരുന്ന മുൻഗാമികളൊക്കെയും രാജ്യത്തെ യുവതലമുറയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിരന്തരമായി സംസാരിച്ചത്. എൻ്റെ സ്വപ്നം ഈ രാജ്യത്തെ യുവാക്കളിലാണ്. നിങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും ഞാൻ ഈ രാജ്യത്തിൻ്റെ ഭാവി സ്വപ്നം കാണുന്നു എന്നാണ് നമ്മുടെ മുൻഗാമികളൊക്കെ പ്രസംഗിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെയും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും ഒക്കെ പ്രസംഗങ്ങൾ ഈ രാജ്യത്തെ യുവതലമുറയെ കൂടുതൽ ഉണർത്താനും ഉത്തേജിപ്പിക്കാനും ആ യുവതലമുറയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കിക്കൊടുത്ത് ഈ രാജ്യത്തിൻ്റെ ഭാവി ഭാസുരമാക്കാനും ഉള്ളതായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തെ യുവാക്കൾ, യുവതലമുറ, പഠിതാക്കൾ, വിദ്യാർത്ഥികൾ മുഴുവനും ആശങ്കപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. ഡൽഹിയിൽ നടക്കുന്ന സമരങ്ങളെക്കുറിച്ച് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചറിയുന്നുണ്ടാകും. അപ്പോൾ നമ്മളൊക്കെയും ചിന്തിക്കും, ഒരു ചോദ്യപേപ്പർ ചോർന്നതിൻ്റെ പേരിൽ ഇത്ര വലിയ ഒരു പ്രക്ഷോഭം എന്തിനാണ് ഡൽഹിയിൽ നടക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരു ചോദ്യപേപ്പർ ചോർന്നതിൻ്റെ പേരിലുള്ള പ്രക്ഷോഭമല്ല ഡൽഹിയിൽ നടക്കുന്നത്. മറിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായി രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികൾക്കെതിരെ, രാജ്യത്തിൻ്റെ അടുത്ത ഒരു തലമുറയുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള രോഷമാണ്. ഈ രാജ്യത്തിൻ്റെ ഒന്നടങ്കം വീർപ്പുമുട്ടി നിന്ന ഒരു ജനതയുടെ രോഷമാണ് ശരിക്കും ഡൽഹിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീറ്റ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ നമുക്കറിയാം എത്രയാണ് അവരുടെ അധ്വാനം. ഓരോ ദിവസവും പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് എഴുന്നേറ്റ് തുടർച്ചയായി പഠനം നടത്തി 10ാം ക്ലാസ് കഴിയുന്നതോടുകൂടി 2 കൊല്ലം പൂർണ്ണമായും അതിൽ സമർപ്പിച്ച്, ഒരുപക്ഷെ വീടുകളിൽ നിന്ന് വളരെ ദൂരത്തേക്ക് യാത്ര ചെയ്ത് പല സെന്ററുകളിലും പഠിച്ചുകൊണ്ടാണ് അവർ ആ എക്സാമിന് തയ്യാറെടുക്കുന്നത്. ആ എക്സാം നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന എക്സാമാണ്. 22 ലക്ഷം വിദ്യാർത്ഥികളാണ് അവസാനം എക്സാം എഴുതിയത്. ആ വിദ്യാർത്ഥികളിൽ പലരും ആഗ്രഹിക്കുന്നത് വളരെ മികച്ചവരായി മാറി ഈ രാജ്യത്തെ ആതുര സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കണമെന്നാണ്. ആ വിദ്യാർത്ഥികളുടെ മുഴുവനും അധ്വാനത്തെ പല്ലിളിച്ചുകൊണ്ടാണ് 2024-ലും 2026-ലും ചോദ്യപേപ്പറുകൾ ചോർന്നു എന്ന പേരിൽ ആ പരീക്ഷ റദ്ദാക്കിയത്. നീറ്റ് എക്സാമിന്റെ ചോദ്യപേപ്പർ ചോർന്നപ്പോ, പരീക്ഷ റദ്ദാക്കിയപ്പോ അതിൽ മനം നൊന്തുകൊണ്ട് രാജ്യത്ത് ആത്മഹത്യ ചെയ്തത് 23 വിദ്യാർത്ഥികളാണ്. 23 മക്കൾ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. ആലോചിച്ചു നോക്കൂ. നാളെ ഡോക്ടർമാരായി സമൂഹത്തിന് സേവനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന, അതിനുവേണ്ടി സമയമൊഴിച്ച് ഉറക്കൊഴിച്ച് പഠിച്ച വിദ്യാർത്ഥികൾ, ഈ രാജ്യത്തിന്റെ അടുത്ത ഭാവിയെ നിർണയിക്കേണ്ടിയിരുന്ന പ്രതിഭാധനരായ പലരും ഒരു തുണ്ട് കയറിലോ വിഷത്തിലോ ജീവനൊടുക്കിയത് തങ്ങളുടെ പരീക്ഷാ പേപ്പറുകൾ, അതിനുവേണ്ട ചോദ്യാവലികൾ തയ്യാറാക്കുന്ന ഇടം മുതൽ അഴിമതികളിൽ മുങ്ങിക്കുളിച്ചു എന്നും അതാർക്കൊക്കെയോ കോർപ്പറേറ്റുകൾക്കോ ഈ മാഫിയകൾക്കോ വിദ്യാഭ്യാസ മാഫിയകൾക്കോ വിറ്റു എന്നറിഞ്ഞപ്പോ ഈ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം ഏകദേശം 25ഓളമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയാനാണ്, ആദ്യമായിട്ടല്ല. കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഇടയിൽ 152 തവണ വിവിധ പരീക്ഷകളുടെ പേപ്പറുകൾ, ചോദ്യപേപ്പറുകൾ രാജ്യത്ത് ചോർന്നു പോയിട്ടുണ്ട്. പരീക്ഷകൾ നടത്തുന്നതിന് വേണ്ടി ഒരു ഏജൻസി ഏൽപ്പിക്കുക. ആ ഏജൻസിയിൽ നിന്ന് നീറ്റ് ഉൾപ്പെടെ രാജ്യത്തെ പല വ്യത്യസ്തങ്ങളായ പരീക്ഷകളും നിയന്ത്രിക്കുന്നത് ആ ഏജൻസിയാണ്. UG നീറ്റ് ഉൾപ്പെടെ അതുപോലെ വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ അവർ നിയന്ത്രിക്കുന്നുണ്ട്. ഈ പരീക്ഷകളിൽ നിന്ന് ചെറുതും വലുതുമായ 152 പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ എക്സാം തുടങ്ങുന്നതിന് മുമ്പേ, പരീക്ഷാ ഹാളിൽ വിദ്യാർത്ഥികൾ എത്തുന്നതിന് മുമ്പേ ആരൊക്കെയോ പണം കൊടുത്തു വാങ്ങി അവരുടെ കീശയിൽ വെച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്ര വലുതാണ്. ഓരോ വിദ്യാർത്ഥിയുടെയും അധ്വാനവും അതിന്റെ പിന്നിൽ ചെലവഴിച്ച പൈസയും എത്ര വലുതാണ്. നമ്മുടെ മക്കളെ കൊണ്ടുപോയി നമ്മൾ നീറ്റിന് എക്സാമിന് പ്രിപ്പയർ ചെയ്യിക്കാൻ ഏതെങ്കിലും ഒരു സെന്ററിലേക്ക് കൊണ്ടുചെന്നാക്കി നോക്കൂ. എത്ര രൂപ കൊടുത്താലാണ് നമുക്ക് അവരെ പരിശീലിപ്പിക്കാൻ കഴിയുക?
എത്ര നേരത്തെ അധ്വാനവും എത്ര ടെൻഷനുമാണ് ഓരോ വിദ്യാർത്ഥികളും അനുഭവിക്കേണ്ടി വരിക. രാജ്യത്തെ ഏറ്റവും മികച്ച എക്സാമുകളിൽ ഒന്നുപോലും ഇത്തരം അഴിമതികളുടെ കറകൾ പുരണ്ടു നിൽക്കുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ രാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരാളുമില്ല, ഒരു മന്ത്രി പോലും. അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ലാതെ ഞങ്ങൾ എന്തിനാണ് എക്സാം എഴുതേണ്ടത്? ഇന്ന് എഴുതിയ എക്സാം ചിലപ്പോൾ നാളെ റദ്ദാക്കിയേക്കാം, നാളെ പരീക്ഷാ പേപ്പറുകൾ ചോർന്നു എന്ന വാർത്ത വന്നേക്കാം. ആർക്കു വേണ്ടിയാണ് ഈ രാവും പകലും കിടന്ന് പഠിക്കുന്നത്? രാജ്യത്തെ പല എക്സാമുകളും എഴുതുന്ന വിദ്യാർത്ഥികളുടെ രോദനം, അവരുടെ സങ്കടം, അവരുടെ വിഷമം, അവരുടെ പ്രയാസം. നീറ്റിന് കഷ്ടപ്പെട്ടു പഠിച്ച് എക്സാം എഴുതിയ വിദ്യാർത്ഥികൾ പുറത്ത് ലക്ഷങ്ങൾ കൊടുത്ത് ചോദ്യപേപ്പറുകൾ വാങ്ങിയ 30 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം ഒക്കെ കൊടുത്ത് ചോദ്യപേപ്പറുകൾ ചോർത്തിയെടുത്ത ആളുകൾ ഡോക്ടറാകുന്നു. നമ്മൾ വിചാരിക്കും ഈ സമരം വിദ്യാർത്ഥികളുടെ മാത്രമാണ് എന്ന്. അല്ല, ചോദ്യപേപ്പർ ചോർത്തി പരീക്ഷ എഴുതിയവന്റെ മുമ്പിലാണ് നാളെ നമ്മൾ ചികിത്സിക്കാൻ ചെല്ലുന്നതെങ്കിൽ, നമ്മുടെ മക്കളെയും കൊണ്ട് നമ്മൾ ചെല്ലുന്ന ഡോക്ടർ ചോദ്യപേപ്പർ ചോർത്തി പരീക്ഷ എഴുതിയവനാണെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളെയും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലുകളിലേക്ക് ചെല്ലാറുണ്ട്. നമ്മുടെ മക്കളെയും കൊണ്ട് നമ്മയും പലപ്പോഴും നമ്മൾ ചികിത്സിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അവിടെയുള്ള ഡോക്ടർ ആ വിഷയത്തിൽ കഴിവുള്ള ആളാണ് എന്നറിയുന്നത് കൊണ്ടല്ലേ ആ ഡോക്ടർ വളഞ്ഞ വഴിയിലൂടെ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വിലയ്ക്ക് വാങ്ങി പരീക്ഷ എഴുതി വിജയിച്ചു വന്നയാളാണ് എന്നറിഞ്ഞാൽ നമ്മുടെ ജീവനൊക്കെ പിന്നെ എന്ത് വിലയാണുള്ളത്? ഈ രാജ്യത്തെ ജീവന് പിന്നെ എന്തു വിലയാണുള്ളത്? ആ ഡോക്ടർമാരാണ് വയറ്റിൽ കത്തിവെച്ച് മറന്നുപോവുക, അവരാണ് കൈക്കു പകരം കാലിന് ഓപ്പറേഷൻ ചെയ്യുക, അവരാണ് നാളെ ഈ ശരീരങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ അറിവില്ലായ്മ കൊണ്ട് പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടു പോവുക. അപ്പൊ ഇന്നൊരു ചോദ്യപേപ്പർ ചോർന്നു എന്നതിന്റെ പേരിലുള്ള നിസ്സാരമായ വർത്തമാനല്ല, ഈ രാജ്യത്തിന്റെ ആരോഗ്യസ്ഥിതിയും അടുത്ത ഭാവിയും അപകടത്തിലാണ് എന്ന് വിളിച്ചു പറയാനാണ് അവിടെ ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മൾ വിചാരിക്കും എക്സാമിന്റെ ചോദ്യപേപ്പർ ചോർന്നു, അടുത്ത ഒന്നുകൂടി എഴുതൂ. കഴിഞ്ഞ തവണ നീറ്റ് എക്സാം എഴുതിയ വിദ്യാർത്ഥികളിൽ നിന്ന് 2.5 ലക്ഷം വിദ്യാർത്ഥികളോളം കുറവാണ്. 2.5 ലക്ഷം വിദ്യാർത്ഥികൾ പിന്നെ പരീക്ഷ എഴുതിയില്ല. കാരണം അവരുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയതായി അവരുടെ സ്വപ്നങ്ങൾ ഇനി നടക്കില്ല എന്നവർ അറിയാതെ നിരാശയിലേക്ക് വീണുപോയി. ആ കൂട്ടത്തിൽ പല വിദ്യാർത്ഥികളുടെയും പ്രയാസപ്പെടുത്തുന്ന ആത്മഹത്യാ കുറിപ്പുകൾ കാണാം. മധ്യപ്രദേശുകാരിയായ ഒരു വിദ്യാർത്ഥിനി എഴുതിയ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയകളിലുണ്ട്. അവരുടെ പ്രിയപ്പെട്ട പിതാവ് കഷ്ടപ്പെട്ട് ഡോക്ടറാക്കാൻ വേണ്ടി നല്ല മാർക്ക് വാങ്ങി സ്കൂൾ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിക്ക് വേണ്ടി സകലതും ചെയ്തു. അദ്ദേഹത്തിന്റെ കൃഷിയിടങ്ങൾ വിറ്റു, നാഗ്പൂരിലേക്ക് പോയി ജോലി ചെയ്തു, ഹോട്ടൽ തൊഴിലാളിയായി ജോലി ചെയ്തിട്ടാണ് മകളെ പഠിപ്പിച്ചത്. ആ മകൾ പറയുന്നു, 650 മാർക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ചോദ്യപേപ്പർ പിൻവലിച്ചപ്പോൾ പരീക്ഷ റദ്ദാക്കിയപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇനി ഒരിക്കൽ കൂടി എക്സാം എഴുതാനുള്ള മനോഭാവം എനിക്കില്ല. എനിക്ക് എഴുതാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇവിടെ വെച്ച് എന്റെ സ്വപ്നങ്ങൾ അവസാനിപ്പിക്കുകയാണ്. എന്നോട് മാപ്പാക്കണം എന്റെ അച്ഛനും അമ്മയും. ഞാനിതാ മരണത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കുന്നു. ഇങ്ങനെ എത്രയെത്ര വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ മരിച്ചു വീണ ഇത്രയേറെ വിദ്യാർത്ഥികളെ കുറിച്ച് ഒരു നല്ല വാക്കു പറയാൻ, ആ വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങളുടെ കൂടെ നിൽക്കാൻ സാധിക്കുന്നതിന് പകരം ഈ രാജ്യത്തിന്റെ അധികാരികൾ, വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവർ ഓരോ മത്സര പരീക്ഷകളുടെയും ചോദ്യപേപ്പറുകൾ ലക്ഷങ്ങൾക്ക് കോർപ്പറേറ്റുകൾക്ക് ചോർത്തിക്കൊടുക്കുകയാണ്. ആ പരീക്ഷാ പേപ്പറുകൾ പലർക്കും മറിച്ചു കൊടുത്തിട്ട് ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നതോ അധ്വാനിക്കുന്നതോ കാണാതെ ഇരിക്കുന്നവർക്ക് നേരെയുള്ള സമരങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാർത്ഥിത്വം ഡൽഹിയിൽ ഉയർത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പരീക്ഷാ പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം അപ്പാടെ അവതാളത്തിലാണ്. അടുത്ത ഒരു ഭാവി, ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കേണ്ട ഗവൺമെന്റ് രാജ്യത്ത് പൂട്ടിയ സ്കൂളുകളുടെ കണക്ക് കേട്ടാൽ ഞെട്ടിപ്പോകും. ആകെയുള്ള സ്കൂളുകളുടെ 6% ഗവൺമെന്റ് വിദ്യാലയങ്ങൾ കഴിഞ്ഞ കൊല്ലങ്ങളുടെ ഇടയിൽ രാജ്യത്ത് പൂട്ടിപ്പോയിട്ടുണ്ട്. പല വിദ്യാർത്ഥികളുടെയും പഠനങ്ങൾക്ക് മേൽ ഇത്തരം കരിനിഴലുകൾ വീണിട്ടുണ്ട്. അപ്പോഴാണ് രാജ്യത്തെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങളിൽപ്പെട്ട് ആത്മഹത്യ ചെയ്തപ്പോ ഡൽഹിയുടെ തെരുവോരങ്ങളിലേക്ക് വന്നത് സോനം വാങ്ചുക് എന്ന് പറയുന്ന മനുഷ്യനാണ്. ആരാണ് ഈ സോനം വാങ്ചുക്? ലഡാക്കിലെ വിദ്യാഭ്യാസ പ്രവർത്തകൻ. അദ്ദേഹത്തെ ഈ രാജ്യത്തിനറിയാം.
ഈ രാജ്യത്തെ വിവിധങ്ങളായ ഭാഗങ്ങളിലുള്ള കഴിവുറ്റ പ്രതിഭാധനരായ കുട്ടികളെ വലിയ ആകാശങ്ങൾ സ്വപ്നം കാണിച്ച ഒരു മനുഷ്യൻ, ലഡാക്കിലെ പരിസ്ഥിതി പ്രവർത്തകൻ, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നയാൾ, അദ്ദേഹം ഒരു റോസാപ്പൂവുമായി ജന്തർ മന്ദറിലേക്ക് വന്നു. ഈ കാണുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം സമരമുഖം ഉദ്ഘാടനം ചെയ്ത് തുറന്നുവെച്ചത്, സമരമുഖം ഉദ്ഘാടനം ചെയ്തത്. ആ മനുഷ്യനെ പറഞ്ഞത് ഇയാൾ രാജ്യദ്രോഹിയാണ് എന്നാണ്. ഇയാൾ രാജ്യദ്രോഹിയാണ്. സോനം വാങ്ചുക്കിനെ രാജ്യദ്രോഹിയാക്കി, ചൈനയുടെ ചാരനാക്കി, അമേരിക്കയുടെ ചാരനാക്കി മാറ്റുന്ന ഈ നാട്ടിലെ 2014 ശേഷമാണ് രാജ്യവും ഈ രാജ്യത്ത് വിദ്യാഭ്യാസ സംവിധാനങ്ങളും ഉണ്ടായത് എന്നൊക്കെ കിനാവ് കാണുന്നവരോട് ചോദിക്കാനുള്ളത്, ആ മനുഷ്യൻ ഈ രാജ്യത്തിന് ചെയ്തതിന്റെ 10-1 ആരെങ്കിലും ഈ രാജ്യത്തിന് ചെയ്തിട്ടുണ്ടോ? അവിടെ ഒത്തുകൂടിയ കുട്ടികളെയൊക്കെ ഇപ്പൊ പറയുന്നത് ഇവരൊക്കെ രാജ്യദ്രോഹികളാണ് എന്നാണ്. നമുക്ക് പിന്നെ അത് പുത്തരിയല്ല. നമ്മൾ അവകാശങ്ങൾക്കുമേൽ ശബ്ദമുയർത്തിയ നേരത്തെല്ലാം ഈ രാജ്യത്തെ പ്രധാന ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ രാജ്യദ്രോഹി എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ രാജ്യദ്രോഹികളും തീവ്രവാദികളുമാക്കി മാറ്റിയിട്ടുണ്ട്. അതേ വിളി തന്നെയാണ് അവകാശങ്ങൾ ചോദിച്ചു വരുന്ന വിദ്യാർത്ഥികളെ വിളിക്കുന്നത്. ഇവരെല്ലാവരും രാജ്യദ്രോഹികളാണ് എന്നാണ്. രാജ്യത്തെ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നു എന്ന് മാത്രമല്ല, സർവകലാശാലകൾ പ്രശ്നത്തിലാണ്. റായ്പൂരിലെ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ പേരിലുള്ള സ്വകാര്യ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ കോഴ്സുകൾ നടത്താൻ UGCയുടെ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയാണ്. മൗലാന മുഹമ്മദ് അലി ജൗഹർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിലെ തുല്യതയില്ലാത്ത പങ്കുവഹിച്ച മനുഷ്യനാണ്. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ പേരിലുള്ള ആ യൂണിവേഴ്സിറ്റിക്ക് സർക്കാർ ഒരു കത്ത് കൊടുത്തു. അവിടെയുള്ള 40 കെട്ടിടങ്ങളിൽ 38 എണ്ണവും 15 ദിവസത്തിനുള്ളിൽ പൊളിച്ചു നീക്കണം. 40 കെട്ടിടങ്ങളാണ് ആ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലുള്ളത്. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ പേരിൽ റായ്പൂരിലുള്ള യൂണിവേഴ്സിറ്റിയുടെ 38 കെട്ടിടങ്ങളും പൊളിച്ചു നീക്കണം. അതൊന്ന് നിയമപ്രകാരം നിർമ്മിച്ചതല്ലത്രേ. ആലോചിച്ചു നോക്കൂ. അവിടെ പേരാണ് പ്രശ്നം. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ. രാജ്യത്തെ പല യൂണിവേഴ്സിറ്റികൾ വികസിപ്പിക്കുമ്പോഴും ആ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ തീവ്രവാദികളായിട്ടാണ് പറയാ. കാരണം അവർ നിരന്തരമായി സമരങ്ങൾ ഉണ്ടാക്കുന്നവരാ, രാജ്യത്തിന്റെ സിസ്റ്റത്തോട് നിരന്തരമായി സമരം ചെയ്യുന്നവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആ പ്രതിഷേധങ്ങളിൽ ഒത്തുചേർന്ന ഈ രാജ്യത്തിന്റെ അടുത്ത തലമുറയോട് അവരുടെ സമരത്തോട് നമ്മൾ ഐക്യദാർഢ്യപ്പെടുകയാണ്. ഇത് ഈ രാജ്യത്തിനു വേണ്ടിയുള്ള സമരമാണ്. ജന്തർ മന്ദറിന്റെ തെരുവോരങ്ങളിൽ വന്നുകിടന്ന് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആരും വീടില്ലാത്തവരല്ല, അവർക്ക് ഏതെങ്കിലും തരത്തിൽ സാമൂഹികമായ ഇടമില്ലാത്തവരല്ല, വിദ്യാഭ്യാസമില്ലാത്തവരല്ല. ഈ രാജ്യത്തിന്റെ സിസ്റ്റം അപകടത്തിലാണെന്ന് വിളിച്ചു പറയാനാണ് അവരവിടെ വന്നത്. 152 തവണ ചോദ്യപേപ്പറുകൾ ചോർന്നു കഴിഞ്ഞ ഈ കഴിഞ്ഞ കാലങ്ങൾ, പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടപ്പെടുന്ന രാജ്യത്തിന്റെ വിദ്യാഭ്യാസം എന്ന പേരിൽ രാജ്യത്തിന്റെ സിലബസുകളിൽ ഇല്ലാത്ത ചരിത്രങ്ങൾ കുത്തിക്കയറ്റി തങ്ങളുടെ താല്പര്യങ്ങളും രാഷ്ട്രീയങ്ങളും അടിച്ചേൽപ്പിക്കുന്ന ഈ സംവിധാനങ്ങൾ 20ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ ചോരയ്ക്ക് പകരം ചോദിച്ചു കൊണ്ടുവന്നവരാണവർ. അവർ ഈ രാജ്യത്തിന്റെ അടുത്ത ഭാവിയാണ്, അടുത്ത തലമുറയാണ്. അവരുയർത്തുന്ന മുദ്രാവാക്യം നമ്മളെ ഓരോരുത്തർക്കും വേണ്ടിയുള്ള മുദ്രാവാക്യമാണ്. നമ്മുടെ ജീവനും സ്വത്തും അപകടപ്പെടാതിരിക്കാനുള്ള മുദ്രാവാക്യമാണ്. എഞ്ചിനീയർമാർ എഴുതുന്ന പരീക്ഷ, ആ പരീക്ഷയിൽ ചോദ്യപേപ്പറുകൾ കടത്തി അത് വാങ്ങിയിട്ട് പരീക്ഷ എഴുതിയുണ്ടായ എഞ്ചിനീയർ ഉണ്ടാക്കുന്ന പാലത്തിലൂടെ എങ്ങനെ ധൈര്യത്തിൽ യാത്ര ചെയ്യും? ആ എഞ്ചിനീയർ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങളിൽ എങ്ങനെയാണ് ഒരു സമൂഹം വിശ്വാസ്യതയോടുകൂടി ജീവിക്കുക, താമസിക്കുക? അപ്പൊ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഒരു ചോദ്യപേപ്പറിന്റെ പേരിൽ മാത്രമുള്ളതല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ് എന്ന തിരിച്ചറിവ് നമുക്കും ഉണ്ടാവണം. ആ സോനം വാങ്ചുക് ഉൾപ്പെടെയുള്ള, അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ വിവിധങ്ങളായ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സമരം ചെയ്യുമ്പോഴും പലപ്പോഴും നമ്മൾ ആ സമരത്തിലേക്കുള്ള വഴികൾ മറന്നുപോയി. അല്ലെങ്കിൽ ആ സമരത്തെക്കാൾ നമുക്ക് താല്പര്യം ഉണ്ടായത് ഏതൊക്കെയോ രാജ്യങ്ങൾക്ക് പന്തുകളിയുടെ മേൽ ഏതൊക്കെയോ രാജ്യങ്ങൾക്ക് ആഹ്ലാദിക്കാനും ഏതൊക്കെയോ രാജ്യങ്ങൾക്ക് വേണ്ടി ജയ് വിളിക്കാനുമാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ളതാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ അപകടപ്പെടുത്തുന്ന ആളുകൾക്കുള്ള മുന്നറിയിപ്പാണ്. ഇത്രയേറെ അഴിമതികൾ നിറഞ്ഞ ഒരു സിസ്റ്റം, ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു സംവിധാനം, ഒരു പരീക്ഷ പോലും നേരാവണ്ണം നടത്താൻ കഴിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ ആ കസേര ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകണം. അത് വിളിച്ചു പറയാൻ ധൈര്യമുള്ള യുവത്വമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. എത്ര തവണയാണ് നമ്മുടെ രാജ്യത്തെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ
ഇത്തരം പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ശ്രദ്ധകൾ അതിലുണ്ടാകണം. നമ്മുടെ രാജ്യത്തിന് അല്ലാഹു തആല സമാധാനം നൽകുമാറാകട്ടെ. പ്രാർത്ഥനകളും ഉണ്ടാകണം. അതുപോലെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ സംവിധാനങ്ങളെ, പൊതു സംവിധാനങ്ങളെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള നമ്മുടെ അടുത്ത തലമുറയുടെ വളർച്ചയെ മുരടിപ്പിച്ചു കളയരുത്. നമ്മുടെ കേരളത്തിൽ നമുക്ക് പറയാനുള്ളത് വഖഫ് ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങളുടെ വിഷയങ്ങൾ, പ്രത്യേകിച്ച് വഖഫ്, രാഷ്ട്രീയ വടംവലികൾക്കിടയിൽ മുസ്ലിങ്ങളുടെ വഖഫിനെ വലിച്ചിടരുത്. രാഷ്ട്രീയ വടംവലികൾക്കിടയിലേക്ക് മുസ്ലിങ്ങളുടെ വഖഫിനെ വലിച്ചിടരുത്. ഇക്കാണുന്ന മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്ത് ആരും പതിച്ചു നൽകിയതല്ല, നമ്മുടെ ഉപ്പാപ്പമാർ നമുക്ക് കൈമാറി തന്നതാണ്. രാഷ്ട്രീയം പലർക്കും പലതും ഉണ്ടാകാം, പല അജണ്ടകളും ഉണ്ടാകാം. ആ അജണ്ടകളുടെ മേൽ പരസ്പരം പങ്കിട്ടെടുക്കാൻ ഇവിടെ മുസ്ലിമീങ്ങളുടെ വഖഫ് സ്വത്ത് നൽകാൻ ഈ ഉമ്മത്തിന് സമ്മതമല്ല എന്ന് എല്ലാവരോടും നമുക്ക് പറയാനുണ്ട്. ഈ മുസ്ലിം ഉമ്മത്തിന്റെ വഖഫ് സ്വത്ത് പങ്കിട്ടെടുക്കാമെന്നാരും സ്വപ്നം കാണേണ്ടതില്ല. മുസ്ലിം ഉമ്മത്തിന്റെ വഖഫ് സ്വത്തിൽ കണ്ണുനട്ട് പലരും ഉണ്ടെന്നറിയാം. അതന്യാധീനപ്പെടുത്താനും കയ്യേറ്റം ചെയ്യാനും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിക്കോളൂ, നിങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കോളൂ. നിങ്ങളുടെ രാഷ്ട്രീയവും നിങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളും നിങ്ങൾ പരസ്പരം സംസാരിച്ചോളൂ. പക്ഷേ അതിന്റെ നടുവിലേക്ക് മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിനെ വലിച്ചിടരുത്. അതിനെ വലിച്ചിഴച്ചുകൊണ്ടുവന്ന് അത് പങ്കുവെച്ച് അതിന്റെ മേൽ അധികാരം ഊട്ടിയുറപ്പിക്കാമെന്ന കിനാവ് കാണുകയും ചെയ്യരുത്. ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. മുസ്ലിം സമൂഹം ആ വിഷയത്തിൽ ഉണർന്ന് ചിന്തിക്കേണ്ടവരാണ് എന്നും കൃത്യമായ ആലോചനയുള്ളവരാകണമെന്നും, അല്ലെങ്കിൽ നമ്മൾ സുജൂദ് ചെയ്യുന്ന ഭൂമികൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഒരൽപലാഭത്തിനു വേണ്ടി നമ്മൾ ഈ വഖഫിന്റെ വഴിയൊക്കെ ഇത്തരം ആളുകൾക്ക് മുമ്പിൽ തുറന്നിട്ട് കൊടുത്താൽ, ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. വഖഫ് ബോർഡിലുള്ള മുസ്ലിങ്ങൾക്ക് പുറമെ മറ്റുള്ള മതസ്ഥരെ അതിലേക്ക് കൊണ്ടുവരുന്നു. കാലങ്ങൾ കഴിഞ്ഞിട്ട് വർഗീയവാദികൾ അതിന്റെ മറവിലൂടെ അവിടെ കയറിപ്പറ്റിയാൽ നമുക്ക് എത്രയാണ് വഖഫ് സ്വത്തുള്ളത് എന്ന് മനസ്സിലാവും. ഏതൊക്കെ പള്ളികളിൽ നിന്നാണ് വഖഫിൽ ഇത്രയേറെ വരുമാനം വരുന്നത് എന്ന് മനസ്സിലാകും. ഇനി നിങ്ങൾ ഉത്തരേന്ത്യയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നമ്മുടെ പള്ളികൾ, മദ്രസകൾ, ദർഗകളൊക്കെ പലതും തകർക്കപ്പെട്ടത്, ഈ അടുത്ത കാലത്ത് തകർക്കപ്പെട്ടത് അതിന്റെ വസ്തുവിന്റെ പ്രമാണം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. മൗലാന മുഹമ്മദ് അലി ജൗഹർ യൂണിവേഴ്സിറ്റിയിലെ 38 കെട്ടിടങ്ങൾ പൊളിച്ചു കളയണമെന്ന് പറയുന്നത് ആ കെട്ടിടത്തിന്റെ പെർമിറ്റ് കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ്. ടൗൺ പള്ളികൾ, പാരമ്പര്യമായി കൈമാറി വന്ന പള്ളികൾ, 947 ഈ രാജ്യം സ്വാതന്ത്ര്യമാകുമ്പോ കണ്ടന്തറ പള്ളി ഇവിടെയുണ്ട്. നമ്മുടെ പള്ളിയും നമ്മുടെ പരിസരവും നമ്മുടെ ഖബർസ്ഥാനും ഇവിടെയുണ്ട്. ഇനി ഇതിലേക്ക് കയറിക്കൂടുന്ന ഏതെങ്കിലും ഒരു വർഗീയവാദിക്ക്, ഇപ്പോൾ ചിലപ്പോൾ പല ആളുകൾക്കും ഇതിന്റെ ഗൗരവം മനസ്സിലായിക്കൊള്ളണമെന്നില്ല, ഇതിലേക്ക് കയറിക്കൂടുന്നവരുടെ ലക്ഷ്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിൽ കയറിക്കൂടിയിട്ട് അതിന്റെ എല്ലാം മാറ്റി മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്ത് ഉഷാറാക്കി നിലനിർത്താനാണ് അതിലേക്ക് 2 പ്രതിനിധികളെന്ന് ആ വിചാരം തന്നെ മാറ്റിവെച്ചേക്കൂ. അതിന്റെ ഉള്ളിൽ ചെകഞ്ഞന്വേഷിച്ച് കണ്ടെത്തി എവിടെയൊക്കെയാണോ വിള്ളലുകൾ ഉള്ളത് അതിലൂടെ കയറി മുസ്ലിങ്ങളുടെ സ്വത്ത് തുരന്നെടുക്കാനുള്ള ശ്രമങ്ങൾ, അതിനെ നേരത്തെ തന്നെ തിരിച്ചറിയാൻ മുസ്ലിം ഉമ്മത്തിനും നമ്മുടെ പൊളിറ്റീഷ്യൻസിനും നമ്മൾ ഒന്നടങ്കമാണ് കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നയത്തെ എതിർത്തത്. അതിൽ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. അതുപോലെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഉമ്മത്തിന്റെ വഖഫ് സ്വത്തിന്റെ മേലെയുള്ള ഇത്തരം വിഷയങ്ങളിൽ എല്ലാവരും പക്വമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. അള്ളാഹു നമ്മുടെ വഖഫ് സ്വത്തുകൾ നിലനിർത്തി തരുമാറാകട്ടെ. അത് കയ്യേറ്റം ചെയ്യപ്പെടാതെ അള്ളാഹു നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തെ തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇത്തരം ആശങ്കകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുപോലെ ഇന്നലെ നമ്മെ തൊട്ട് വിട പറഞ്ഞ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ അള്ളാഹു അടുത്ത ഖബർ സ്വർഗമാക്കി നൽകുമാറാകട്ടെ. കേരളം കണ്ട വലിയ പ്രതിഭാധനന്മാരായ പണ്ഡിതന്മാരിൽ പെട്ടയാളാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്. എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറിയിരുന്ന വളരെ വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ. അവരല്ലാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. പടച്ചവനെ നീ മഗ്ഫിറത്ത് ചെയ്യണം റഹ്മാനെ. സ്വർഗീയ പദവികൾ അവർക്ക് നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെയും അവരെയും ഒക്കെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ, വിഷമങ്ങൾ എല്ലാം നീ എല്ലാം നീ മാറ്റിത്തരണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ.